മോദിയുടെ ഇത് നോക്ക്, ടാസ്ക് നോക്ക്. അതെ, ഇസ്രായേലിനെ പിണക്കാൻ പാടില്ല, അതെ, അമേരിക്കയെ പിണക്കാൻ പാടില്ല, ഗൾഫ് നാടുകളെ പിണക്കാൻ പാടില്ല, ഇറാനെ പ്രകോപിപ്പിക്കാൻ പാടില്ല. പ്രകോപിപ്പിക്കാതിരിക്കാനായിട്ടാണ് മോദി മൗനം പാലിച്ചത്. ഈ സോണിയാഗാന്ധി പറയുന്ന പോലെ ഇറാനെ സഹായിക്കാൻ പോയിട്ട് അവസാനം നമ്മൾ പച്ച പട്ടിണിയായി പോവും. 1-2 കാശൊന്നും പോരാ ഒരു യുദ്ധം നടത്താനായിട്ട്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ചെയ്ത് നമ്മുടെ സർവൈവലിൻ്റെ പ്രശ്നമായതുകൊണ്ട് ചെയ്തു. അതല്ലാതെ വല്ലവൻ്റെയും യുദ്ധത്തിൽ പോയി ആൾ കളിക്കാനുള്ള ആരോഗ്യമൊന്നും നമുക്കില്ല. മോദിക്കറിയാമായിരുന്നു. അതുകൊണ്ട് മോദിക്കത് തടയാൻ പറ്റുമോ? തടയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് നമ്മൾ ഒരു വശത്തൂടെ അമേരിക്ക ആരാ, ലോക പോലീസാണോ എന്ന് ചോദിക്കും. എന്നിട്ട് ലോക പോലീസ് ആവാത്തതിന് മോദിയെ കുറ്റം പറയും. ഇറാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇറാൻ്റെ യുദ്ധം എല്ലാവരുടെ യുദ്ധമായിട്ട് മാറ്റുക. ആ നാടകത്തിന് സോണിയാഗാന്ധിയും വൃന്ദാക്കാരായിട്ടും ഒക്കെ നിൽക്കുകയാണ്. തെമ്മാടി രാഷ്ട്രങ്ങൾ എന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്നത്. ഈ തെമ്മാടി രാജ്യത്ത് ചികിത്സയ്ക്ക് പോകുന്നത് ആരാ? എനിക്ക് മനസ്സിലാവണം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണം ശക്തമായി തുടരുന്നു. ഇറാൻ്റെ തിരിച്ചടിയും. 5-ാം ദിവസം പിന്നിട്ടിട്ടും ആക്രമണത്തിന് ശമനമൊന്നുമായിട്ടില്ല. എല്ലാവരും ആശങ്കയിലാണ്, പല കാരണം കൊണ്ട് തന്നെ. ഇതിനിടയിൽ ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. വിഷയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് വലിയ രീതിയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു, ശക്തമായി തന്നെ. ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളും ഈ വിഷയം മുന്നോട്ട് വയ്ക്കുകയാണ്. പരിശോധിക്കാം, എന്തുകൊണ്ടായിരിക്കാം ഈ വിഷയത്തിൽ മോദിയെ കുറ്റം പറയുന്നത്? അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ശരിയെന്ത്? നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഈ വിഷയം അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഇത് അപകടകരമാണ് എന്നാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതേ ഭാഷ തന്നെയാണ് കോൺഗ്രസിനുമുള്ളത്. എന്താണ് ഇക്കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, അവരുടെ പോയിൻ്റ് മിനിഞ്ഞാന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു ലേഖനത്തിലൂടെ സോണിയാഗാന്ധി വിശദീകരിച്ചു. അതെ, സോണിയാഗാന്ധിയുടെ പരാതി ഈ ഖമനൈ കൊല്ലപ്പെട്ടല്ലോ, അതെ, അതിൽ നരേന്ദ്രമോദി അനുശോചനം പോലും പ്രകടിപ്പിച്ചില്ല. ഇറാൻ്റെ കൂടെ നിൽക്കുന്നില്ല. ഇറാൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്നാണ്. അമേരിക്കയുടെ കളിപ്പാവയായിട്ട് മോദി മാറി എന്നാണ് വൃന്ദാക്കാരായിട്ട് പറഞ്ഞത്. സോണിയാഗാന്ധിക്ക് ജാഥ നടത്താൻ പറ്റാഞ്ഞിട്ടായിരിക്കാം അവർ ലേഖനം എഴുതി. വൃന്ദാക്കാരായിട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ എന്തോ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. രണ്ടുപേരും പറയുന്നത് ഒന്ന് തന്നെയാണ്, നമ്മൾ അമേരിക്കയെ എതിർക്കണം. അമേരിക്കയെ എതിർക്കണമെന്ന് പറഞ്ഞാൽ അമേരിക്ക വരെ പോയിട്ട് അമേരിക്കയെ ആക്രമിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. ഇല്ല. അപ്പോൾ പിന്നെ ആകെ ചെയ്യാവുന്നത് അമേരിക്കയുടെ കൂട്ടുകാരായ ഗൾഫ് നാടുകളെ ആക്രമിക്കണം. ഇന്ത്യൻ നേവി അറബിക്കടലിൽ ഇറങ്ങിയിട്ട് പടിഞ്ഞാറേക്കരയിലുള്ള ഒരു പക്ഷേ ആദ്യം ഒമാനാണ് വരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ ജിയോഗ്രഫി അത്ര ഓർമ്മയിൽ വരുന്നില്ല. അങ്ങനെയാണ്. ഒമാൻ, അത് കഴിഞ്ഞാൽ സൗദി അറേബ്യ, പിന്നെ അങ്ങനെ പോകുന്നു, UAE. അങ്ങനെ ഇവരെയൊക്കെ ആക്രമിക്കുക നല്ല ബ്രഹ്മോസ് മിസൈലൊക്കെ വെച്ചിട്ട്. ഇതാണ് സോണിയാഗാന്ധി ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. ഈ ഗൾഫ് നാടുകളിൽ 90 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. 90 ലക്ഷം. അതിൽ കൂടുതലും മലയാളികളാണ് തന്നെ. അതെ. പക്ഷേ വൃന്ദാക്കാരാട്ടിനോ സോണിയാഗാന്ധിക്കോ അവരെ പറ്റി യാതൊരു ചിന്തയുമില്ല. സോണിയാഗാന്ധിയുടെ ലേഖനം ഗൾഫിലെ ഭരണാധികാരികളെല്ലാവരും കാണും, GCC നേതാക്കളെല്ലാം കാണും. സോണിയ പ്രഷറൈസ് ചെയ്യുന്നു മോദിയെ എന്നുള്ളൊരു ഇംപ്രഷനായിരിക്കും അവർക്ക് കിട്ടുന്നത്. എന്തായിരിക്കും അവർക്ക് അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരോട്, അവിടെ ബിസിനസ് നടത്തുന്ന ഇന്ത്യക്കാരോടൊക്കെയുള്ള മനോഭാവം എന്തായിരിക്കും? ഇതൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ട്രംപ്, നെതന്യാഹു ഒന്നും സോണിയാഗാന്ധിയുടെ ലേഖനം വായിക്കാനോ ഒന്നും പോകുന്നില്ല, അവരത് കാര്യമാക്കാനും പോകുന്നില്ല. ബട്ട് ഗൾഫ് നാടുകളിൽ അങ്ങനെയല്ല.
നമ്മളുടെ ഇവിടുത്തെ ഓരോ ടി വി ഷോ വരെ അവിടെ സൗദി അറേബ്യയിലും മറ്റും അവർ അത് പ്രക്ഷേപണം ചെയ്യണോ കട്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാരാണ്. വളരെ ശക്തരായ ഏകാധിപതികളാണ് ഗൾഫ് നാടുകൾ ഭരിക്കുന്നത്. അത് നമുക്ക് ഓർമ്മ വേണം. നമ്മളെപ്പോലത്തെ ജനാധിപത്യമൊന്നും അല്ല അവിടെ. അവരൊരിക്കൽ യെസ് ഓർ നോ ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം മാറ്റാനൊക്കെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പെരുമാറേണ്ട ഏരിയയാണ്. ഗൾഫ് നാടുകളിലെ എല്ലാ ഭരണാധികാരികളുമായിട്ടും നരേന്ദ്രമോദി സംസാരിച്ചു കഴിഞ്ഞു. സോണിയാഗാന്ധിയുടെയും വൃന്ദ കാരട്ടിൻ്റെയും പരാതി എന്താ? ഖമനൈ മരിച്ചപ്പോൾ പ്രതിഷേധിച്ചില്ല, അനുശോചിച്ചില്ല. ആരെ ഈ ഖമനൈ? ഇറാനിൽ തന്നെ ഖമനൈ ആരാണ്? ഭരണഘടനാ ബാഹ്യമായ ഒരു സ്ഥാനമാണ് ഖമനൈക്ക് അവിടെ ഉള്ളത്. സൂപ്പർ ലീഡർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഭരണഘടന അനുസരിച്ച് ഇപ്പോൾ പെഷസ്കിയാനാണ് മരിക്കുന്നതെന്ന് വയ്ക്കുക, മോദിക്ക് ഒരു അനുശോചനം അറിയിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് പറയാം. പക്ഷേ ഖമനൈ മരിക്കുമ്പോൾ ആ ബാധ്യതയില്ല. ഖമനൈ സ്വന്തമായ ആർമിയുള്ള ആളാണ്. ഈ ഇറാൻ്റെ സുപ്രീം ലീഡർക്ക് സ്വന്തമായ ഒരു ആർമി എന്തിനാ? IRGC, ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോർ. അതെ, IRGC സ്വന്തം സേനയാണ്. അത് കൂടാതെ ഇറാന് IRNA എന്ന് പറഞ്ഞിട്ട് സേനയുണ്ട്. ഒരു രാജ്യത്തിന് പട്ടാളമുണ്ടെന്ന് പറയുമ്പോൾ ഇറാൻ്റെ പട്ടാളം IRNA ആണ്. IRGC ഖമനയുടെ സ്വന്തം പട്ടാളമാണ്. അങ്ങേര് പറയുന്നത് മാത്രം കേൾക്കും. ഇങ്ങനൊരു സെറ്റപ്പ് ഭൂമിയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ഭരണഘടനയ്ക്ക് പുറത്ത് സുപ്രീം ലീഡർ എന്ന് പറഞ്ഞ ഒരാൾ സ്വയം അവരോധിച്ച് നടക്കുന്നു. അയാൾ മരിച്ചു പോകുന്നു. അതിന് നമ്മളെന്ത് വേണം? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അങ്ങേര് മരിച്ചാലെന്താ, ജീവിച്ചാലെന്താ? അല്ല, പണ്ട് നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. അയാളാണ് അവിടെ നിയന്ത്രിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരല്ല. ഖമനൈയാണ് എല്ലാ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങേരെ കാണാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു പ്രോ ഹിന്ദു ആണല്ലോ നമ്മളുടെ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ. താലിബാനുമായിട്ട് എന്തെങ്കിലും ഏർപ്പാട് ഒരു പ്രോ ഹിന്ദു പ്രധാനമന്ത്രിക്ക് സാധ്യമാകുമോ? തിയറിറ്റിക്കലി സാധ്യമല്ല, പക്ഷേ പ്രാക്ടിക്കലി നമ്മളത് ചെയ്യുന്നില്ലേ? അഫ്ഗാനിസ്ഥാനുമായിട്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനാണ് അധികാരം. എന്ത് ചെയ്യാൻ പറ്റും? അവരുമായിട്ട് സംസാരിക്കില്ല, അവരോട് മിണ്ടില്ല, അവരുടെ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കില്ല. ഇങ്ങനൊരു നിലപാടെടുക്കാൻ പറ്റുമോ? ലോകത്ത് എല്ലായിടത്തും നമ്മൾക്കിഷ്ടപ്പെട്ട ആൾക്കാർ മാത്രം ഭരണത്തിലിരിക്കണം, അവരോട് മാത്രം നമ്മൾ സമ്മതിക്കുക, അല്ലാത്തവരെയൊക്കെ എതിർക്കണം. ഇങ്ങനൊരു പരിപാടി നടപ്പില്ല എന്ന്. ഞാൻ ഈ സോണിയാഗാന്ധിയൊക്കെ ഇതൊന്നും അറിഞ്ഞുകൂടാനായിട്ടൊന്നും അല്ല കേട്ടോ. സോണിയാഗാന്ധി ആ ലേഖനം എഴുതിയത് ജയറാം രമേശാണെന്ന് പറയപ്പെടുന്നു. എന്ത് വാങ്ങിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വലിയ നേതാക്കൾ മറ്റുള്ളവരെ കൊണ്ട് ലേഖനം എഴുതിച്ച് പ്രസിദ്ധീകരിക്കാറൊക്കെ ഉണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. ജയറാം രമേശിൻ്റെ കുറച്ച് നാളായിട്ടുള്ള ട്വിറ്ററിലെ എക്സിലെ പോസ്റ്റുകളുമൊക്കെ ഈ ലൈനിൽ തന്നെയാണ്. ഇവർക്ക് ആ ഗൾഫ് മലയാളികളെ പറ്റിയൊന്നും ചിന്തയില്ല. ഇന്ത്യയിൽ കുറച്ച് ഈ ഷിയ വോട്ടുകളുണ്ട്. കാശ്മീരിലാണ് ആദ്യം പ്രകടനം തുടങ്ങുന്നത്. ലഖ്നൗ, പിന്നെ ജോൺപൂർ, ഹൈദരാബാദ്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കേരളത്തിൽ നാമമാത്രമായിട്ട് ആരെങ്കിലും ഷിയ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്ക് വേണ്ടിയിട്ടാണ് MV ഗോവിന്ദനും DYFI ഒക്കെ പ്രകടനം നടത്തിയതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 2 ദിവസമായിട്ട് അവർ വലിയ പ്രകടനവും ബഹളമൊക്കെ ആയിരുന്നു. എന്നാൽ പ്രവാസികൾക്കൊപ്പമാണെന്നും പറയുന്നു. എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുക? നിങ്ങൾ ജാഥ നടത്തുന്ന ഒരു വശത്തൂടെ ആർക്കെതിരെ? അമേരിക്കയ്ക്കും ഇറാനുമെതിരെ. ഫലത്തിൽ അത് ഗൾഫ് നാടുകൾക്കെതിരെയാണ്. കാരണം അവരൊക്കെ ഒരു ഐക്യമുന്നണിയാണല്ലോ. സൗദി അറേബ്യയും ഇറാനും ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഒരു മുന്നണിയാണിപ്പോൾ. ആ മുന്നണിയിലെ 2 പേരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ജാഥ നടത്തുമ്പോൾ മറ്റേയാളുടെ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ബട്ട് അത് അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ ഇങ്ങനെ സ്വന്തം ആൾക്കാരെ ഉപേക്ഷിച്ചിട്ടും ഷിയ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ പുറപ്പെടുക എന്ന് പറയുന്നത് എന്ത് ഏർപ്പാടാണ്? ഇനി കേരളത്തിൽ കുറച്ച് ഷിയ മുസ്ലിങ്ങളുണ്ടെന്ന് തന്നെ വെച്ചോ, അവർക്കെന്താ രോമാഞ്ചം വരാൻ പോകുന്നോ ഇവരുടെ ജാഥ കണ്ടിട്ട്? എനിക്ക് മനസ്സിലാവും. ഇന്ത്യൻ ഷിയ മുസ്ലിങ്ങളെ നോക്കൂ. അവരെ സമയത്തോളം ആരാണ് ഈ ഖമനൈ? 1979 മാത്രം അധികാരത്തിൽ വന്ന ആയത്തുള്ള ഖൊമൈനി 1989 കഴിഞ്ഞപ്പോൾ അങ്ങേര് മരിച്ച്
ഇപ്പോഴത്തെ ഖമനി, ഇപ്പോൾ മരിച്ചുപോയ ഖമനി അധികാരത്തിൽ വരുന്നു. ഈ മനുഷ്യൻ അവരുടെ ആത്മീയ ഗുരുവാണ്, തേങ്ങാക്കൊലയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ള ഒരു രോമാഞ്ചം. എന്ത് കാര്യം? ഇയാളെങ്ങനെ ആത്മീയ ഗുരു? ഒരാൾ സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് ഷിയ തമ്പുരാൻ എന്ന് പറയുമ്പോൾ അംഗീകരിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ഇവിടെ ഒരു ആത്മീയ നേതാവില്ലാത്തത് എന്താ? എനിക്ക് മനസ്സിലാവില്ല. ഏതെങ്കിലും വിദേശ രാജ്യത്ത് ഏതെങ്കിലും ഒരു താടിക്കാരൻ, തലക്കെട്ടുകാരൻ ഞാനാണ് നിങ്ങളുടെ നേതാവ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഉടനെ അയാൾ തന്നെ നേതാവ് എന്ന് പറഞ്ഞ് അയാളുടെ പിന്നാലെ കൂടുന്നു. ഇതെന്തൊരു ഭ്രാന്താണ്? എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ഇറാനോ തുർക്കിയോ ഒന്നുമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എൻ്റെ ചോദ്യം ഇന്ത്യയിലെ ഷിയ മുസ്ലിങ്ങളോടാണ്. സുന്നികൾ ഇപ്പോൾ പിക്ചറിലില്ലല്ലോ. അതെ. അപ്പോൾ ഇതൊക്കെ വെറുതെ ഫോൾസാണ്, അർത്ഥശൂന്യമായ മോദിയോടുള്ള ദേഷ്യം. അത് പ്രകടിപ്പിക്കാൻ എങ്ങനെയെങ്കിലും മാർഗം കണ്ടുപിടിക്കുക, അതിന് ഓരോ കുറ്റം കണ്ടുപിടിക്കുക. ഇതാണ് ഇവർ വിചാരിച്ചതിലും വളരെ ഭംഗിയായിട്ട് മോദി ഈ പ്രശ്നത്തിൽ മാനോവർ ചെയ്ത് നിൽക്കുന്നു. മോദിയുടെ ഇത് നോക്ക്, ടാസ്ക് നോക്ക്. അതെ. ഇസ്രായേലിനെ പിണക്കാൻ പാടില്ല, അതെ. അമേരിക്കയെ പിണക്കാൻ പാടില്ല, ഗൾഫ് നാടുകളെ പിണക്കാൻ പാടില്ല, ഇറാനെ പ്രകോപിപ്പിക്കാൻ പാടില്ല. പ്രകോപിപ്പിക്കാതിരിക്കാനായിട്ടാണ് മോദി മൗനം പാലിച്ചത്. ഗൾഫ് നാടുകൾക്ക് പ്രയാസം ഉണ്ടാവാതിരിക്കാനായിട്ടാണ് അവരെ ഓരോരുത്തരെയും വിളിച്ച് സംസാരിച്ചു. സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ, UAE രാജാവ്, ബഹ്റിൻ, ഒമാൻ, എല്ലാവരെയും വ്യക്തിപരമായിട്ട് വിളിച്ച് സംസാരിച്ചു. അത് നമ്മുടെ ആൾക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ യുദ്ധ ബഹളത്തിനിടയ്ക്ക് ഒമാനിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ വിമാനങ്ങളെങ്കിലും കൊച്ചിയിലും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ വന്ന് ഇറങ്ങിയില്ലേ? കുടുങ്ങിക്കിടന്ന കുറേ പേരെങ്കിലും രക്ഷിച്ചെടുത്തില്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് എയർ ഇന്ത്യയുടെ കുറേ ഫ്ലൈറ്റുകളെങ്കിലും പോയില്ലേ? വേറെ ഏതെങ്കിലും ലോകരാജ്യത്തിന് ഇത് സാധിച്ചിട്ടുണ്ടോ? അവരുടെ എല്ലാ ആൾക്കാരും കുടുങ്ങിക്കിടപ്പുണ്ട് അവിടെ. പക്ഷേ വേറെ ആർക്കും ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യിച്ചു, അല്ലെങ്കിൽ അവർ ചെയ്തു. ആ രീതിയിൽ ഈ ബഹളത്തിന് നടുക്ക് ഇൻഡിവിജ്വലി ആൾക്കാരോട് സംസാരിച്ച് ബന്ധം സ്ഥാപിച്ച് മറ്റേയാളിനെ ഉടക്കി നിൽക്കുന്ന ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ ഇത് നടത്തിക്കൊണ്ട് പോകണ്ടേ? അതിലെ ഒരു സാമർഥ്യം. അത് ചെയ്യുമ്പോൾ ആ മനുഷ്യനെ കുറ്റം പറയുക, അങ്ങേരെ ഒന്ന് സഹായിക്കുകയല്ല ചെയ്യുന്നത്, എങ്ങനെയും അങ്ങേരുടെ കുറ്റം കണ്ടുപിടിക്കുക. ഇവർ പറയുന്ന പോലെ ചെയ്തു എന്ന് വയ്ക്കുക. നമ്മൾ ഇറാൻ്റെ ഭാഗം ചേർന്നു. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ അസാമാന്യമായ രാജ്യസ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ ശക്തിയും എനിക്കറിയാം, അതിൻ്റെ പരിമിതിയും എനിക്കറിയാം. അനാവശ്യമായി ഈ അഡ്വഞ്ചറിസം ഉണ്ടല്ലോ, അത് നമ്മളെ എങ്ങും കൊണ്ടേ എത്തിക്കില്ല. നമ്മളെന്ത് ചെയ്യാൻ പോകുന്നു? ഇറാനെ പിന്തുണച്ചിട്ട് നമുക്ക് ജോയിൻ്റായിട്ട് ഇസ്രായേൽ, അമേരിക്ക, അച്ചുതണ്ടിനെ തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കൂടാം, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട് ഡൊണാൾഡ് ട്രംപിനെ പിടിച്ച് 2 പോട്ടിയിൽ കൊടുക്കേണ്ടതാണ്. ബട്ട് അതിന് കഴിവില്ല. വെറുതെ വാചകം പിടിച്ചാൽ മതിയോ? തെമ്മാടി രാഷ്ട്രങ്ങൾ എന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്നത്. ഈ തെമ്മാടി രാജ്യത്ത് ചികിത്സയ്ക്ക് പോകുന്നത് ആരാ? എനിക്ക് മനസ്സിലാവണം. തെമ്മാടി രാജ്യമാണ് അമേരിക്ക. ശരി, ഇങ്ങനെ ചികിത്സയ്ക്ക്, ആ ചികിത്സ എന്തിനാണെന്ന് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തോ പുറത്ത് പറയാൻ കൊള്ളാത്ത കാര്യമായിരിക്കാം. എന്ത് വാങ്ങിക്കോട്ടെ, അത് ചികിത്സിക്കണം. എന്നിട്ട് ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആ രാജ്യത്തെ തെമ്മാടി എന്ന് വിളിക്കുന്നതല്ലേ തെമ്മാടിത്തരം? ഇതൊന്നും ചോദ്യം ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും ആക്കില്ല. അവർ വലിയ ചർച്ച നടത്തും. ഈ ബജറ്റ് കഴിയുമ്പോൾ സാമ്പത്തിക വിദഗ്ധൻ, അതേ മനുഷ്യൻ യുദ്ധം വരുമ്പോൾ യുദ്ധവിദഗ്ധൻ. അത് ഞാനൊരു ഈ ആങ്കർമാർക്ക് സർവ്വജ്ഞാനമുണ്ടോ? അതുപോലെ കുറേ ആൾക്കാർ അവർ സ്ഥിരം കഥാപാത്രങ്ങളാണ്. എല്ലാത്തിൻ്റെയും വിദഗ്ധന്മാരാണ് അവർ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, മൾട്ടി പർപ്പസ് വലിയ വൈദഗ്ധ്യമുള്ള ആൾക്കാരായിരിക്കും. ബട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നില്ല ഇവരുടെയൊക്കെ പ്രവർത്തനം. ഈ അമേരിക്കയോടുള്ള വിരോധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണ്ട് മുതലേ ഉള്ളതാണ്, നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സിഗ്നിഫിക്കൻസ് എന്തുണ്ട്? അതാണ് ഇവർ ഈ പ്രമേയം പാസ്സാക്കി. MA ബേബി, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, പുള്ളി എക്സിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര് വായിക്കും എന്നാണ്? ആരും വായിക്കില്ല.
ലോകരാജ്യങ്ങളിൽ ഈ പറഞ്ഞവർക്കൊന്നും ഒരു വിലയുമില്ല. നമുക്ക് മൊത്തം ഭാരതത്തിനൊരു വിലയുണ്ടാക്കാനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നു മോദി. എന്നിട്ട് പോലും നമ്മളെങ്ങും എത്തിയിട്ടില്ല. സാമ്പത്തിക രംഗത്ത് 4ാം ശക്തി ആകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പോഴും ആയിട്ടില്ല. 4ാം സ്ഥാനത്ത് എത്തിയിട്ടില്ല നമ്മൾ. അതും ഡിസ്റ്റൻറ്റ് ഫോർത്ത്. അങ്ങനെയുള്ള മനുഷ്യർ നമ്മൾ ഇറാൻ്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് നിലപാടെടുത്തിട്ട് കച്ചറയുണ്ടാക്കണോ? നമ്മുടെ സപ്പോർട്ട് ഇറാന് കൊടുത്ത് ഈ കാര്യം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അതിൻ്റെ അന്ത്യം കാണണ്ടേ? ഇതൊക്കെ തുടങ്ങി വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം നോക്കിയേ, ഇറാനും ഇസ്രായേലും അമേരിക്കയും, ഇസ്രായേലിനെ വേണമെങ്കിൽ ഒഴിവാക്കാം, ഇറാനും അമേരിക്കയും രണ്ടുപേരും വിഷമിച്ചിരിക്കുക ഇത്രയും ദിവസത്തെ യുദ്ധം കൊണ്ട്. കോടിക്കണക്കിന് രൂപയല്ലേ കളയുന്നത്? ഇതൊക്കെ ആർക്ക് താങ്ങാൻ പറ്റും ഈ നഷ്ടമൊക്കെ? ഈ സോണിയാഗാന്ധി പറയുന്ന പോലെ ഇറാനെ സഹായിക്കാൻ പോയിട്ട് അവസാനം നമ്മൾ പച്ച പട്ടിണിയായി പോവും. 1-2 കാശൊന്നും പോരാ ഒരു യുദ്ധം നടത്താനായിട്ട്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ചെയ്ത് നമ്മുടെ സർവൈവലിൻ്റെ പ്രശ്നമായതുകൊണ്ട് ചെയ്തു. അതല്ലാതെ വല്ലവൻ്റെയും യുദ്ധത്തിൽ പോയി ആൾ കളിക്കാനുള്ള ആരോഗ്യമൊന്നും നമുക്കില്ല. അത് ഞാൻ ഉത്തരവാദിത്വ ബോധമുള്ളൊരു പൗരനായതുകൊണ്ട് പറയുകയാണ്. നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ കഷ്ടിച്ച് നോക്കിയാണ് നമ്മളിവിടം വരെ എത്തിയിരിക്കുന്നത്. അതിനിടയ്ക്ക് മറ്റുള്ളവൻ്റെ പ്രശ്നത്തിൽ പോയി തലയിട്ടാൽ എങ്ങനെ ഇരിക്കും? ചുമ്മാ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനം പ്രസിദ്ധീകരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സോണിയാഗാന്ധി ചുമ്മാ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതിയോ? അത് തന്നെ പിണറായി വിജയൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ടാണ് പോകുന്ന ഈ 2 പാർട്ടിയും കൂടെ ദൈവത്തിനറിയാം. അല്ല സാർ, ഇപ്പോൾ വേറൊരു നരേറ്റീവ് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. അദ്ദേഹം ഈ ഏറ്റുമുട്ടലിന് മുൻപ് ഇസ്രായേലിൽ പോയി അവിടുത്തെ നെസറ്റിനെ അഡ്രസ്സ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഇറാനെ ആക്രമിക്കും എന്ന്. അപ്പോൾ ഇത് മോദി കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഏറ്റുമുട്ടലാണ് എന്നാണ് മറ്റൊരു നരേറ്റീവ് വരുന്നത്. അതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇത്ര ഫൂളിഷായ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. മോദിയല്ല, ഷീ ജിൻപിങ് അറിഞ്ഞു കാണും, പുടിൻ അറിഞ്ഞു കാണും, തീർച്ചയായിട്ടും അറിയുമല്ലോ. ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു സാധനമില്ലേ? അവർ പറയണമെന്നില്ല, ഇസ്രായേൽ പറയണമെന്നില്ല, അമേരിക്ക പറയണമെന്നില്ല. അതില്ലാതെ തന്നെ നമ്മളറിയും. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇസ്രായേലിൽ പോകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു വരാനായിട്ട് വിദേശകാര്യ മന്ത്രാലയം പരസ്യമായിട്ട് നോട്ടീസ് ഇട്ടല്ലോ. അതെ, ദയവ് ചെയ്ത് നിങ്ങൾ വരണം, അവിടെ പ്രശ്ന സാധ്യതയുള്ള സമയമാണെന്ന് പറഞ്ഞു. പിന്നെയും ഒരു 2.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വെടി പൊട്ടുന്നത്. ഇപ്പോൾ 2.5 വീക്സ് എഹെഡ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് അറിയാം അടി നടക്കാൻ പോകുന്നു. വാട്ട് ഈസ് സോ ബിഗ് അബൌട്ട് ദാറ്റ്? എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് ചെയ്യും. ഡൊണാൾഡ് ട്രംപ് തന്നെ എത്ര തവണ ഞാനിപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിൽ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യം മോദിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നത് എന്താ ഇത്ര വലിയ സംഗതി? മോദിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് മോദിക്കത് തടയാൻ പറ്റുമോ? തടയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് നമ്മൾ ഒരു വശത്തൂടെ അമേരിക്ക ആരാ, ലോക പോലീസാണോ എന്ന് ചോദിക്കും. എന്നിട്ട് ലോക പോലീസ് ആവാത്തതിന് മോദിയെ കുറ്റം പറയും. ഇറാനെ ആക്രമിക്കരുത് എന്ന് ഡൊണാൾഡ് ട്രംപിനോടും നെതന്യാഹുവിനോടും മോദി പറഞ്ഞു എന്ന് തന്നെ വെച്ചോ. അവർ കേട്ടില്ലെങ്കിൽ മോദിക്കല്ലേ നാണക്കേട്? നമ്മുടെ പ്രധാനമന്ത്രിക്ക് നാണക്കേടല്ലേ അത്? അവർ പറയും തനിക്കെന്ത് കാര്യം ഇതിനകത്ത്, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞാൽ കഴിഞ്ഞു. ഇതൊന്നും ഇൻ്റർനാഷണൽ തലത്തിൽ പറയാൻ പറ്റില്ലെന്നേ. പിന്നെ യുദ്ധത്തിന് തൊട്ട് മുമ്പ് മോദി എന്തിന് പോയി? യുദ്ധത്തിൻ്റെ സമയത്ത് പോകാൻ പറ്റുമോ? പറ്റില്ല. യുദ്ധത്തിന് മുമ്പ് പോകാൻ പറ്റില്ല. ഇനി യുദ്ധം കഴിഞ്ഞ് പോകാമെന്ന് വെച്ചാൽ ഇത് എപ്പോൾ കഴിയുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഈ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ഇത് ഏത് രീതിയിലും നമുക്ക് കുറ്റം പറയാം. പണ്ട് പോലീസ് സ്റ്റേഷനിൽ കള്ളനെ ഇങ്ങനെ തല്ലുമല്ലോ. വലത് കാല് വെച്ച് കയറിയാലും തല്ലും, ഇടത് കാല് വെച്ച് കയറിയാൽ ഓഹോ ഇവിടെ മുടിപ്പിക്കാമെന്നാണ് അവൻ ചോദിച്ചു തല്ലും. 2 കാലും ചേർത്ത് ഇവൻ ചാടിക്കയറാൻ തുടങ്ങി, എന്താടാ ചാടുന്നതെന്ന് ചോദിച്ചു തല്ലും എന്ന് പറയുന്ന പോലെ ഈ മോദി യുദ്ധത്തിന് മുമ്പ് പോയി. ശരി, മുമ്പ് പോയി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? യുദ്ധം നടക്കുമ്പോൾ പോകണമായിരുന്നോ? ഈ അർത്ഥശൂന്യമായ അതാണ് ഞാൻ പറഞ്ഞു. ഇതൊന്നും ചോദിക്കാനും പറയാൻ ഈ നാട്ടിൽ ആരും ഇല്ല. ഇതുപോലത്തെ ഫോൾസ് നരേറ്റീവൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വെറും സാമാന്യ ബുദ്ധിക്കുള്ള ചോദ്യം ചോദിക്കും. ശരി, യുദ്ധത്തിന് മുമ്പ് പോയി, അതുകൊണ്ട് എന്താ? യുദ്ധം നടക്കുമെന്ന് അറിയാമായിരുന്നു. അതെ, അറിയാമായിരുന്നു.
അത് എല്ലാവർക്കും അറിയാം. എനിക്ക് ലിയോയ്ക്കും അറിയാമായിരുന്നു, പത്രം വായിക്കുന്ന സകലർക്കും അറിയാമായിരുന്നു അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോവുകയാണെന്ന്. ആർക്കറിഞ്ഞൂടാത്ത? അതിന് എപ്പോൾ അടിക്കുമെന്ന് നമുക്കറിയില്ലായിരുന്നു, ബട്ട് അടിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ഇതൊക്കെ ലോകത്ത് സകലർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നരേന്ദ്രമോദിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് മോദി ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, മറ്റൊരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം. അതായത് ഈ ഒരു വിഷയത്തിൽ, അതായത് UAE-യിൽ ആക്രമണം നടത്തുന്നു ഇറാൻ, അതുപോലെ തന്നെ ഖത്തർ, സൗദി, ഒമാൻ, അവിടെ പോർട്ടിൽ തുടരെ നിരന്തരമായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ആക്രമണങ്ങൾക്കിടയിൽ ചീള് വീണ്, അതായത് മിസൈലിൻ്റെ ചീള് വീണും മറ്റും ചിലരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ വാർത്ത പുറത്തു വന്നപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള കുറേയേറെ പേർ പ്രതികരിച്ചത്, അനുഭവിക്കുക, നിങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിന്ന്, ചെകുത്താനൊപ്പം നിന്ന് ഇറാനെ ആക്രമിച്ചതല്ലേ, ഒരു പരമാധികാര രാജ്യത്തെ ആക്രമിച്ചത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തിരിച്ചടി UAE പോലുള്ള രാജ്യത്ത് കിട്ടണം എന്ന് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള കമൻറ്റുകൾ വന്നു. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, നമ്മളുടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ അവിടെ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ആ രാജ്യത്തിനെതിരെ മലയാളികൾ ഈ ഒരു യുദ്ധത്തിൻ്റെ പേരിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു, അവർ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിലുള്ള അതിനെ ഞാൻ വ്യക്തിപരമായി നിരുത്തരവാദപരമായിട്ടുള്ള അവിവേകം കാണിക്കുന്ന രീതിയിലുള്ള പ്രതികരണം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇത്തരത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അന്ധമായ രീതിയിൽ പ്രതികരിക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. നിരവധി പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആശ്ചര്യകരമായ കാര്യം. ലിയോ, ഇതിൻ്റെ ഒന്നും അപകടം ഈ പറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. പഴയ കാലമല്ല. നിങ്ങളുടെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റും ഓഡിറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ വിചാരിക്കും ഞാൻ മലയാളത്തിലല്ലേ തെറി പറഞ്ഞ്, ആർക്ക് മനസ്സിലാവാൻ? അങ്ങനെയല്ല. ഇൻസ്റ്റൻറ്റേനിയസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സെർവറിൽ പോകും. നാളെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിസയോ എന്തെങ്കിലും ചോദിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ റെക്കോർഡ് അവർ തപ്പിയെടുക്കുന്നത്. സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് എൻ്റെയോ ലിയോ ആരുടെയാണോ നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് മുഴുവൻ അതിൻ്റെ റിസൾട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ തെളിയും. ഇവനെ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്ന് മനസ്സിലാവും. ഇപ്പോൾ അമേരിക്കയിൽ ഈ പല വിദഗ്ധന്മാരും അമേരിക്കയെ ചീത്ത വിളിക്കാതെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഒരുപാട് ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടന്മാരൊക്കെ ഉണ്ട് കേരളത്തിലും ഇന്ത്യ നിറച്ചും. ഈ കക്ഷികൾ ലേഖനം എഴുതാത്തത് എന്താണെന്നറിയാമോ? ഇപ്പോൾ പഴയ കാലമല്ല. ഇവൻ അമേരിക്കയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ വിസ പിടിച്ചു വയ്ക്കും അമേരിക്ക. അതെ, തൻ്റെ ലേഖനം, താൻ ഇത്രാം തീയതി എഴുതിയ ലേഖനം. ഇയാൾ തന്നെ ഈ ലേഖനം മറന്നിരിക്കും, പക്ഷേ അവർ മറക്കില്ല, അവരുടെ കമ്പ്യൂട്ടറിലുണ്ട്. ഇതിൻ്റെ അപകടം ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരാൾ ഈ പറഞ്ഞ പോലെ ഗൾഫ് നാടുകളെ ചീത്ത പറഞ്ഞിട്ട് ബഹ്റൈനിൽ ഞണ്ണാൻ പോയതല്ലേടാ നീ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗൊക്കെ അടിച്ച് വലിയ ആൾ കളിച്ചു എന്ന് വെച്ചോ. ഇവർ ആദ്യം അന്വേഷിക്കുക ബഹ്റിനിൽ ആരെ ഉദ്ദേശിച്ചാണ് ഇയാൾ ഇത് ചെയ്തിരിക്കുന്നത്. ബഹ്റിനിൽ അയാളെ വിളിച്ചു വരുത്തി ചോദിക്കും, ആരെ ഈ കക്ഷി എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും അവൻ പരമദുഷ്ടനാണെന്നൊക്കെ. കാരണം അയാൾക്ക് ജീവൻ രക്ഷപ്പെടണ്ടേ. ഇവൻ്റെ വിവരം എല്ലാം ചോർത്തി കൊടുക്കും. എല്ലാ വിവരവും അവരുടെ ഉണ്ടാകും. അവർ ഒഫീഷ്യലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു കംപ്ലയിൻറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഈ ആളെ തപ്പിപ്പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വരും. തപ്പിപ്പിടിക്കുകയൊന്നും വേണ്ട, പഴയ കാലമല്ലെന്ന്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് കാര്യങ്ങൾ പിടികിട്ടും. അതെ, ഇപ്പോൾ ഖമനിയെ കൊന്ന കഥ തന്നെ പറഞ്ഞില്ലേ, സകല ട്രാഫിക് ക്യാമറകളും ഇസ്രായേലിൻ്റെ കയ്യിലായിരുന്നു, ടെഹ്റാനിലെ സകല ട്രാഫിക് ക്യാമറയും. അപ്പോൾ ഖമനി എന്ത് ചെയ്തു? ഇൻ്റർനെറ്റൊക്കെ ഓഫ് ചെയ്തു. ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, ട്രാഫിക് ക്യാമറ അവരുടെ കയ്യിൽ. നേരത്തെ അവർ ഇത് ചെയ്തിരുന്നു, അത് എന്താ പറയുക, ഹൈജാക്ക് ചെയ്തിരുന്നു ക്യാമറകളെല്ലാം. അതുകൂടാതെ സാറ്റലൈറ്റ് വഴി മൂവ്മെൻറ്റിൻ്റെ പാറ്റേൺ. ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി എവിടെ പോകുന്നു, ഓരോ ഷൂട്ടിങ് കഴിയുമ്പോഴും ഞാൻ പോകുന്ന ഒരു പാറ്റേൺ. ആ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം അത് ഫ്ലാഗ് ചെയ്യും. ഈ TG മോഹൻദാസ് വേറെ എന്തോ ചെയ്യാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഉടനെ കൂടുതൽ ആൾക്കാർ അതിൽ ശ്രദ്ധിക്കും. ഈ രീതിയിലൊക്കെ ട്രാക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ ഖമനയും 10-45 പേരും കൂടെ അങ്ങനെ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണത്.
45 പേരെ ഒരു പോയിന്റിൽ സ്വന്തം കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തുക എന്ന് പറയുന്നത്. ഒരിക്കലും അത് ചെയ്തുകൂടായിരുന്നു. ബട്ട് ചെയ്തു. അത് ഇസ്രായേൽ സെക്കൻഡിനകം തകർത്ത് കൊടുത്തു. ദിസ് ഈസ് ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. അതുകൊണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലോ അതിലോ അവിടെയോ ഇവിടെയൊക്കെ തെറി വിളിക്കുന്ന ആൾക്കാർ അനുഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞോ ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞോ ഒക്കെ ആയിരിക്കും. അതാണ് ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ വന്നപ്പോഴുള്ള സ്പീഡും മെമ്മറിയും അസാധ്യമാണ്, അപാരമാണ്. ഇതറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ അമേരിക്ക വിരുദ്ധരൊക്കെ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ എത്ര ലേഖനം എത്ര പ്രസംഗം അത് ഇതൊക്കെ വരേണ്ടതാണ്. എന്തുകൊണ്ടാണ് CPM-ൻ്റെ ജാഥകളൊക്കെ ഒരു മിന്നൽ പോലെ ഒരു ജാഥ നടത്തി അവസാനിപ്പിച്ചു? കഴിഞ്ഞല്ല. പിന്നെ വൃന്ദാക്കാരായിട്ട് രഹസ്യമായിട്ട് വിളിച്ച് മാപ്പ് പറയുകയും ചെയ്യും അമേരിക്കൻ എംബസിയിൽ. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ പണ്ട് മുതലേ ഇതൊക്കെ ശീലിച്ചതാണ്. സാരമില്ല അമ്മച്ചി എന്തെങ്കിലും വാചകമൊക്കെ ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ തന്നെ എംബസി മാപ്പാക്കി വിടും. വൃന്ദാക്കാരായിട്ട് രക്ഷപ്പെടും. കുരുങ്ങാൻ പോകുന്നത് ഇവിടുത്തെ മാധവനും ഭാസ്കരനും ഒക്കെ ആയിരിക്കും. അവർ ഈ സ്വതന്ത്രമായിട്ട് അങ്ങ് തെറിവിളിച്ച് വലിയ ആളും കളിച്ചിട്ട് മാധവട്ട് ഒരു ചായ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിറപ്പിച്ചൊക്കെ നിൽക്കും. 6 മാസം കഴിയുമ്പോൾ ഗൾഫിലൊരു ചാൻസ് കിട്ടി പോകാൻ നേരത്തായിരിക്കും കക്ഷിയെ പിടിക്കുന്നത്. വിസ കൊടുക്കില്ല. ഇതൊക്കെ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ലത്. ഇപ്പോൾ എന്തെങ്കിലും ഇക്വേഷൻ കണ്ടുപിടിച്ച് ആരെങ്കിലും തെറി പറയുന്നത് ഒരു ഫാഷനായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ തെറി പറയാനുള്ള സ്ഥലം. അതെ, ഇങ്ങനെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പണ്ടൊക്കെ ഈ ട്രെയിനിലെ ടോയ്ലറ്റ് തെറി വിളിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പം ആ പ്രവണത എന്തുകൊണ്ടോ നിന്നുപോയി. അതിന് പകരം സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചു. സോഷ്യൽ മീഡിയയിൽ ചീത്തയോട് ചീത്ത, എന്തിനാണെന്നറിഞ്ഞുകൂടാ അത് ചുമ്മാ അങ്ങ് ചീത്ത പറയുക. ഇതൊക്കെ ഈ പരിപാടിക്കൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും ആൾക്കാർ. അത്രയും ഞാൻ പറയുന്നു. മറ്റൊരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ. അതായത് ഇന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു, കഴിഞ്ഞ ദിവസം തന്നെ അത് വന്നതാണ്. അതായത് ഇന്ത്യ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുടെ പുരോഗതി തടയുന്നതിന് വേണ്ടി അമേരിക്ക ബോധപൂർവം ചില കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ യുദ്ധം എന്ന് ഇറാൻ പ്രതിനിധികൾ പറഞ്ഞതായുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ തന്നെ വളർച്ചയിൽ ആശങ്കയുണ്ട് അമേരിക്കയ്ക്ക്. അതിന് തടയിടുക. കാരണം ഈ യുദ്ധം മൂലമുണ്ടാകുന്ന കെടുതികൾ ഡയറക്റ്റായി അനുഭവിക്കാൻ സാധ്യതയുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധ്യതയുള്ള രാജ്യം ഇന്ത്യയും മറ്റുമൊക്കെയാണ്. അപ്പോൾ അതിലൂടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുക, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ലോകം ഇത് മനസ്സിലാക്കണം, ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്ന രീതിയിൽ ഇറാൻ പ്രതിനിധികൾ പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇത്ര വലിയ സ്നേഹം ഇന്ത്യയോടെ ഉണ്ടെങ്കിൽ ആ ഹോർമുസ് കടലിടുക്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന കപ്പലുകൾ വിടാൻ പറ, എണ്ണക്കപ്പലുകൾ. അതിൽ ഇന്ത്യയുടെ കപ്പലുണ്ട്, റഷ്യയുടെ ഉണ്ട്, ചൈനയുടെ ഉണ്ട്. അവരെ കടത്തി വിടുന്ന അതിൽ എന്തിനാ നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന അവിടെ ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് വലിയ സ്നേഹമാണ്. ഇറാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇറാൻ്റെ യുദ്ധം എല്ലാവരുടെയും യുദ്ധമായിട്ട് മാറ്റുക. ആ നാടകത്തിന് സോണിയാഗാന്ധിയും വൃന്ദാക്കാരായിട്ടും ഒക്കെ നിൽക്കുകയാണ്. ഇറാൻ്റെ ആവശ്യം അവർക്കിപ്പോൾ അമേരിക്കയെ ഒറ്റയ്ക്ക്, ഇസ്രായേലിനെ ഒറ്റയ്ക്കൊന്നും ചെറുക്കാനുള്ള ആരോഗ്യം ഇറാനില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഗൾഫ് നാടുകളെ ആക്രമിക്കുന്നു. അവരാദ്യം പറഞ്ഞ ന്യായം എന്താ? അവിടെ അമേരിക്കൻ മിലിറ്ററി ബേസ് ഉണ്ട്, അതിൻ്റെ നേർക്കാണ് ഞങ്ങളുടെ ആക്രമണം. വാസ്തവത്തിൽ മിലിറ്ററി ബേസിനെ അല്ല അവരാക്രമിച്ചത്. അവരാക്രമിച്ചത് സിവിലിയൻ ടാർഗറ്റ്സിനെയാണ്, റിഫൈനറിയാണ്, എംബസിയാണ്. ഇതിനൊക്കെയാണ് അവരാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫലപ്രദമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ തടയുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. ചിലയിടത്തൊക്കെ അവർക്കും തെറ്റ് പറ്റുന്നുണ്ട്. കുവൈറ്റ് അമേരിക്കയുടെ വിമാനം വെടിവെച്ചിട്ടില്ല. അത് വാസ്തവത്തിൽ ഉള്ളിൽ എനിക്ക് വലിയ സന്തോഷം തോന്നില്ലയോ, ഉള്ളത് ഞാൻ തുറന്നു പറയാം. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ വിമാനങ്ങൾ വീണു എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് ട്രംപാണ്. പിന്നീടാണ് രാഹുൽ ഗാന്ധി പോലും അത് ഏറ്റെടുക്കുന്നത്. ട്രംപ് ആദ്യം പറഞ്ഞു 4 എണ്ണം വീണു, പിന്നെ പറഞ്ഞു 6 എന്ന് പറഞ്ഞു, 8 എന്ന് പറഞ്ഞു, പിന്നെ 18 25, പിന്നെ ലേലം വിളിക്കുന്നതിന് കയറി പോവുകയാണ്. ഒടുവിൽ 40 കഴിഞ്ഞപ്പോൾ അമേരിക്കയിലുള്ളവർ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ അവർ 36 റഫാലേ മേടിച്ചിട്ടുള്ളൂ, അതിൽ 40 എണ്ണം വീണു നിങ്ങളിങ്ങനെ പറഞ്ഞു. അതിൽ തന്നെ 2-3 എണ്ണം മെയിൻ്റനൻസിലാണ്.
ബാക്കിയുള്ളതാണ് ഓപ്പ് സിന്ദൂറിൽ ഉപയോഗിച്ച്, ബാക്കിയുള്ളത് തന്നെ മുഴുവൻ ഉപയോഗിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞു മിണ്ടാന്തറ, ഞാൻ എനിക്ക് തോന്നുന്ന ഫിഗർ പറയും എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ വലിയ ഡീക്കടിച്ച ആളാണ്. പുള്ളിയുടെ F-15 വിമാനം അതെ 3 or 4 കുവൈറ്റി പട്ടാളം വെടിവെച്ചിട്ടു. അതിൻ്റെ വീഡിയോയും എടുത്തു. ഞാനത് കണ്ട് ആസ്വദിച്ചു ആ വീഡിയോ. കാരണം ഇതിൻ്റെ ഒരു കാവ്യനീതി ഉണ്ടല്ലോ, ഒരു തിരിച്ചടി. അമേരിക്കൻ വിമാനം വെടിവെച്ചിടുക, സ്വന്തം ആൾക്കാർ തന്നെ വെടിവെക്കുക, എന്നിട്ട് അത് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളെടുക്കുക. ലൈവ് കണ്ടു, എല്ലാവരും സന്തോഷമായി. അവർക്ക് പറ്റിയ അബദ്ധമാണ്, യുദ്ധം ചെയ്ത് ശീലമില്ല. കുവൈറ്റ് ഒന്നും ഒരു കാലത്ത് യുദ്ധം പണ്ടകാണ്ട് ഇറാഖ് കുവൈറ്റ് യുദ്ധം നടന്നതല്ലാതെ അവർക്ക് ശീലമില്ല. അതുകൊണ്ട് പറ്റിയ തെറ്റാണ്. എന്തുമായിക്കോട്ടെ, ഇഫക്റ്റീവ്ലി അവർ കൗണ്ടർ ചെയ്യുന്നുണ്ട്. അതെ അതെ, ഇഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇസ്രായേലിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേൽ മരിച്ചത് 10 പേരാണ്. ഗൾഫ് നാടുകളിലെല്ലാം ചേർന്ന് മരിച്ചതും 10 പേരാണ്. അപ്പോൾ അവർക്ക് മിടുക്ക് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ നന്നായിട്ട് ചെറുക്കുന്നുണ്ട്. പ്രത്യാക്രമണം അവർ തുടങ്ങിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഇറാൻ പ്രതീക്ഷിക്കുന്ന എന്താ, ഗൾഫ് നാടുകളെല്ലാം ചേർന്നിട്ട് അമേരിക്കയുടെ നേർക്ക് പറയും, താൻ കാരണമാണ് ഈ യുദ്ധം ഉണ്ടായത്, താനാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം, നിർത്തലോ യുദ്ധം എന്നവർ പറയും. ഇന്ത്യയിൽ എണ്ണ വില കൂടും, പിണ്ണാക്കിൻ്റെ വില കൂടും, ഇന്ത്യൻ ജനത തെരുവിലിറങ്ങും. നരേന്ദ്രമോദി ട്രംപിനോട് പറയും, എൻ്റെ പൊന്നു ചേട്ടാ യുദ്ധം നിർത്തും ചേട്ടാ, കാരണം എനിക്കിവിടെ കിടക്കപ്രതിയില്ല എന്ന് പറഞ്ഞ് മോദി നിലവിളിക്കും. എണ്ണ വിൽക്കാൻ പറ്റാതെ പുടിൻ നിലവിളിക്കും. പുടിൻ ട്രംപിനോട് പറയും നിർത്തുക യുദ്ധം എന്ന് പറയും. ഷീ ജിൻപിങ്ങിന് എണ്ണയുമില്ല, മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളും കിട്ടുന്നില്ല, ഒന്നും കിട്ടാതെ ഷീ ജിൻപിങ് വിഷമിച്ചിട്ട് ട്രംപിൻ്റെ കാൽക്കൽ വീഴും, എൻ്റെ ചേട്ടാ യുദ്ധം നിർത്തണേ. ഇതൊക്കെയാണ് ഇറാൻ്റെ സ്വപ്നം. ഇത് നടക്കുമെന്നാണ് വിചാരം. ഏതായാലും അത് നടക്കുമെന്നുണ്ടെങ്കിൽ ഇറാൻ ആദ്യം ചെയ്യേണ്ടത്, ലുക്ക്, ഇന്ത്യയെ ചൈനയെ റഷ്യയൊക്കെ കുഴപ്പത്തിലാക്കാനാണ് അമേരിക്ക ഇത് ശ്രമിക്കുന്നത്, ഞങ്ങളതിന് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആ രാജ്യങ്ങൾ, ജപ്പാനടക്കം കിഴക്കൻ രാജ്യങ്ങളിലെ എല്ലാം കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോട്ടെ എന്ന് പറയണം. അതൊരു അടയാളമായിരിക്കും. അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അതല്ലാതെ പറയുന്നത് വെറും പൊങ്ങച്ചമാണ്, എല്ലാവരും ഓടിവാ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. ഇറാൻ്റെ ആവശ്യം ഇപ്പോൾ ലോകം ഡീസ്റ്റെബിലൈസ് ചെയ്യുക, എന്നിട്ട് ലോകരാജ്യങ്ങളെല്ലാം കൂടെ അമേരിക്കയെ പ്രഷറൈസ് ചെയ്യുക, ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്യുക, യുദ്ധം നിർത്തുക. ഇതാണ് ഇറാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും വളരെ സങ്കീർണമായൊരു സാഹചര്യത്തിലൂടെയാണ് ഇറാന് എതിരായ സൈനിക നീക്കം ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത്, കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലോകം മുഴുവൻ ഈ ഒരു സങ്കീർണമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്ത്യയും അതേ നിലപാടിൽ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവസ്ഥയിൽ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചർച്ചയിലും അത് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച കാര്യം, അതായത് എന്തുകൊണ്ട് ഇന്ത്യ മൗനം പാലിക്കുന്നു, എന്തുകൊണ്ട് മോദി അപലപിച്ചില്ല ഖമനേയിയുടെ വധത്തിൽ എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുമ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും ഉചിതമായ നിലപാട് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ശ്രീ ടി ജി മോഹൻദാസ് സാർ പറഞ്ഞിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ച കാര്യം, ഈ വിഷയത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വിചാരിച്ചാൽ എന്ത് നടക്കും, അത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം, നല്ലതായിട്ടുള്ള പ്രതികരണങ്ങൾ, അത് മാത്രമേ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അമേരിക്കയെയും ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ തന്നെ തെറി വിളിക്കുന്നവർ കരുതിയിരിക്കുക, നിങ്ങൾ നോട്ടപ്പുള്ളികളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നിങ്ങൾ ഓർക്കുക. എന്തായാലും മറ്റൊരു കാര്യം, ലോകത്തിൻ്റെ ആകെ പോരാട്ടമാണ് തങ്ങൾ നടത്തുന്നത് എന്ന ഇറാൻ്റെ ഇപ്പോഴത്തെ ശ്രമം, അങ്ങനെ വരുത്തി തീർക്കാനുള്ള ഇറാൻ്റെ ശ്രമം വിജയിക്കാൻ സാധ്യതയില്ല എന്നും പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു മനസ്സിന് അവർക്ക് ആത്മാർത്ഥതയുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഹോർമുസ് കടലിടുക്കിൽ പിടിച്ചു വച്ചിരിക്കുന്ന കപ്പലുകൾ വിട്ടുകൊടുക്കുകയാണ് എന്നും മോഹൻദാസ് സാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഏത് തലത്തിലേക്ക് പോകും, എത്ര ദിവസം ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കും, ഈ വിഷയത്തിലെ രാഷ്ട്രീയ ചർച്ചകളിനി ഏത് തലത്തിലേക്ക് നീങ്ങും, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ അടുത്ത ആയുധമായി ഇനി ഏതാണ് ആവനാഴിയിൽ നിന്നും പുറത്തെടുക്കാൻ പോകുന്ന ആരോപണം എന്നും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.